അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നഹ്മദുഹു വനുസല്ലി അലാ റസൂലിഹിൽ കരീം. അമ്മാ ബഅദ്. അല്ലാഹു തആല നാം പറയുന്നതും കേൾക്കുന്നതും ഒരു സ്വാലിഹായ അമലായി സ്വീകരിക്കട്ടെ. അങ്ങനെ കഅബ ഷരീഫിന്റെ പണി പൂർത്തിയായി. ജിബ്രീൽ അലൈഹിസ്സലാം വന്നു തവാഫ് ചെയ്യേണ്ട വിധം പഠിപ്പിച്ചു കൊടുത്തു. ഹറം ഷരീഫിനെ അല്ലാഹു തആല നിർഭയമായ കേന്ദ്രമാക്കി വെച്ചു. ഏകനായ അല്ലാഹുവിനെ ആരാധിക്കാൻ വിശ്വാസികൾ കൂട്ടത്തോടെ വന്നു ചേരും. ലോകത്തിന്റെ കേന്ദ്രമാണ് ഇവിടെ ഉയർന്നു വന്നിരിക്കുന്നത്. ഇനി ഇവിടെ നിസ്കാരം നടക്കും, റുക്കൂ നടക്കും, സുജൂദ് നടക്കും, ഇഅ്തികാഫ് ഇരിക്കും. ഇതിനൊക്കെ വേണ്ടി ഇവിടെ എത്തുന്നവർക്ക് സൗകര്യം ചെയ്തു കൊടുക്കണം. ഈ പുണ്യകേന്ദ്രം ശുദ്ധമാക്കി വെക്കണം. ഇതിന്റെ പവിത്രത കാത്തു സൂക്ഷിക്കണം. വിശുദ്ധ ഖുർആനിലെ 2-ാം അധ്യായത്തിലെ 125-ാം വചനത്തിലൂടെ അല്ലാഹു തആല പറയുന്നു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وَإِذْ جَعَلْنَا الْبَيْتَ مَثَابَةً لِلنَّاسِ وَأَمْنًا وَاتَّخِذُوا مِن مَّقَامِ إِبْرَاهِيمَ مُصَلًّى وَأَهْدِنَا إِلَى إِبْرَاهِيمَ وَإِسْمَاعِيلَ أَن طَهِّرَ بَيْتِيَ لِلطَّائِفِينَ وَالْعَاكِفِينَ وَالرُّكَّعِ السُّجُودِ. ഈ വീടിനെ, അതായത് കഅബയെ, നാം മനുഷ്യർക്ക് ഒരു സങ്കേതവും ഒരു നിർഭയ സ്ഥാനവുമാക്കി വെച്ച സന്ദർഭം ഓർക്കുക. മഖാമു ഇബ്രാഹീമിൽ നിന്ന് ഒരു നിസ്കാര സ്ഥാനം നിങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്യുവിൻ. തവാഫ് ചെയ്യുന്നവർക്കും ഇഅ്തികാഫ് ഇരിക്കുന്നവർക്കും റുക്കൂ ചെയ്യുന്നവർക്കും സുജൂദ് ചെയ്യുന്നവർക്കും വേണ്ടി നിങ്ങൾ രണ്ടുപേരും എന്റെ വീടിനെ ശുദ്ധമാക്കി വെക്കണമെന്ന് നാം ഇബ്രാഹിമിനും ഇസ്മായിലിനും കൽപ്പന കൊടുത്തിരിക്കുന്നു. ലോകത്തുള്ള എല്ലാ മസ്ജിദുകളും അള്ളാഹുവിന്റെ ഭവനങ്ങളാണ്. അവ ശുദ്ധമാക്കി വെക്കേണ്ടതുണ്ട്. അള്ളാഹുവിന്റെ ഭവനത്തെ ശുദ്ധമാക്കി വെക്കണമെന്നത് അവന്റെ തന്നെ താല്പര്യമാണ്. കഅബയെ ശുദ്ധമാക്കി വെക്കണമെന്ന് അല്ലാഹു തആല 2 പ്രവാചകന്മാരോട് കൽപ്പിച്ച കാര്യം വിശുദ്ധ ഖുർആനിൽ എടുത്തു പറഞ്ഞല്ലോ. അതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിന്റെ ഏത് ഭവനവും ശുദ്ധമായി സൂക്ഷിക്കണമെന്നാണ്. കഅബാലയം പണിതുയർത്തിക്കൊണ്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാം നടത്തിയ പ്രാർത്ഥന വിശുദ്ധ ഖുർആനിൽ ഉദ്ധരിക്കുന്നുണ്ട്. وَإِذْ قَالَ إِبْرَاهِيمُ رَبِّ اجْعَلْ هَذَا بَلَدًا آمِنًا وَارْزُقْ أَهْلَهُ مِنَ الثَّمَرَاتِ مَنْ آمَنَ مِنْهُمْ بِاللَّهِ وَالْيَوْمِ الْآخِرِ قَالَ وَمَنْ كَفَرَ فَأُمَتِّعُهُ قَلِيلًا ثُمَّ أَضْطَرُّهُ إِلَى عَذَابِ النَّارِ وَبِئْسَ الْمَصِيرُ. ഇബ്രാഹിം പറഞ്ഞ സന്ദർഭം ഓർക്കുക. എന്റെ റബ്ബേ, നീ ഇതൊരു നിർഭയമായ രാജ്യമാക്കുകയും അതിലെ ജനങ്ങൾക്ക് പഴവർഗ്ഗങ്ങളിൽ നിന്ന് ആഹാരം നൽകുകയും ചെയ്യണമേ. അവരിൽ അള്ളാഹുവിലും അന്ത്യനാളിലും വിശ്വസിച്ചവർക്ക് ആഹാരം നൽകണമേ. അപ്പോൾ അല്ലാഹു തആല പറഞ്ഞു, വിശ്വസിക്കാത്തവർക്കും ആഹാരം നൽകുന്നതാണ്. എന്നാൽ അവനെ നാം അല്പം സുഖം അനുഭവിപ്പിക്കും. പിന്നീട് അവനെ നാം നരകശിക്ഷയിലേക്ക് വരുവാൻ നിർബന്ധിക്കുന്നതാണ്. ആ മടക്കസ്ഥാനം വളരെ ചീത്തയാണ്. മസ്ജിദ് നിർമ്മാണം ഏറെ പുണ്യമുള്ള കാര്യമാണ്. അള്ളാഹുവിന്റെ തൃപ്തി മാത്രമായിരിക്കണം ലക്ഷ്യം. മഹത്തായ പ്രതിഫലം ലഭിക്കുന്ന വിശുദ്ധ കർമ്മമാണ് പള്ളി നിർമ്മാണം എന്നുള്ളത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം വീണ്ടും പ്രാർത്ഥിക്കുകയാണ്, വഇദ് യർഫഉ ഇബ്രാഹീമുൽ ഖവാഇദ മിനൽ ബൈതി വഇസ്മാഈലു റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. ആ വീട്ടിന്റെ അടിത്തറ ഇബ്രാഹിമും ഇസ്മായിലും കെട്ടി ഉയർത്തിയ സന്ദർഭം ഓർക്കുക. അവർ ഇങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു, ഞങ്ങളിൽ നിന്ന് ഈ കർമ്മം നീ സ്വീകരിക്കണമേ. നീ തന്നെയാണ് എല്ലാം അറിയുന്നവനും കേൾക്കുന്നവനും. വീണ്ടും ഇബ്രാഹിം നബി അലൈഹിസ്സലാം പ്രാർത്ഥിക്കുന്നു, റബ്ബനാ വജഅൽനാ മുസ്ലിമൈനി ലക വമൻ ദുർരിയതിനാ ഉമ്മതൻ മുസ്ലിമതൻ ലക വഅരിന മനാസികനാ വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ഞങ്ങളുടെ റബ്ബേ, ഞങ്ങളെ രണ്ടാളെയും നിനക്ക് കീഴൊതുങ്ങിയവരാക്കുകയും മുസ്ലിങ്ങളാക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെ സന്തതികളിൽ നിന്ന് നിനക്ക് കീഴ്പ്പെടുന്നതായ ഒരു സമുദായത്തെ ഉണ്ടാക്കണമേ. ഞങ്ങൾക്ക് ഞങ്ങളുടെ ആരാധനാ കർമ്മങ്ങൾ കാണിച്ചു തരുകയും ഞങ്ങളുടെ പശ്ചാത്താപം സ്വീകരിക്കുകയും ചെയ്യണമേ. നിശ്ചയമായും നീ തന്നെയാണ് പശ്ചാത്താപം സ്വീകരിക്കുന്നവനും കാരുണ്യമുള്ളവനും. തുടർന്ന് നടത്തിയ പ്രാർത്ഥന വളരെ ശ്രദ്ധേയമാണ്. അതിപ്രകാരമാണ്, റബ്ബനാ വബഅസ് ഫീഹിം റസൂലൻ മിൻഹും യത്ലു അലൈഹിം ആയാതിക വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മത വയുസക്കീഹിം ഇന്നക അൻതൽ അസീസുൽ ഹകീം. ഞങ്ങളുടെ റബ്ബേ, അവരിൽ നിന്നു തന്നെയുള്ള ഒരു റസൂലിനെ നീ നിയോഗിക്കുകയും ചെയ്യണമേ. അവർക്ക് നിന്റെ ആയത്തുകൾ, ദൃഷ്ടാന്തങ്ങൾ ഓതിക്കൊടുക്കുകയും അവർക്ക് വേദഗ്രന്ഥവും വിജ്ഞാനവും പഠിപ്പിക്കുകയും അവരെ സംസ്കരിക്കുകയും ചെയ്യുന്ന ഒരു റസൂലിനെ. നിശ്ചയം നീ തന്നെയാണ് പ്രതാപശാലിയും അഗാധ ജ്ഞാനമുള്ളവനും. വിശുദ്ധ ഖുർആനിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥന ഒരുപാട് സ്ഥലങ്ങളിൽ അല്ലാഹു തആല എടുത്തു പറഞ്ഞിട്ടുണ്ട്. വിശുദ്ധ ഖുർആനും തഫ്സീറുകളൊക്കെ നോക്കിയാൽ നമുക്ക് കൂടുതലായി കാര്യങ്ങൾ ഗ്രഹിക്കാനും മനസ്സിലാക്കാനും കഴിയും. അല്ലാഹു അതിന് തൗഫീഖ് നൽകട്ടെ. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് ഹജ്ജിന്റെ കർമ്മങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി ജിബ്രീൽ അലൈഹിസ്സലാമിന് അല്ലാഹു തആല കൽപ്പന നൽകി. ജിബ്രീൽ അലൈഹിസ്സലാം ഓരോ കാര്യങ്ങളും പഠിപ്പിച്ചു കൊടുത്തു. ഹജ്ജിന്റെ മാസം പരിചയപ്പെടുത്തി കൊടുത്തു.
ഹജ്ജിന്റെ ദിവസങ്ങൾ വരികയായി. ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു കൊടുത്തതുപോലെ ഇഹ്റാമിൽ പ്രവേശിച്ചു, മിനായിലേക്ക് പോയി. അടുത്ത ദിവസം അറഫയിലും അവിടുന്ന് മുസ്ദലിഫയിലും എത്തി. വീണ്ടും മിനായിൽ വന്നു ബലിയറുത്തു. അപ്പോഴാണ് പിശാജ് വന്നത്. ജംറകളിൽ വെച്ച് പിശാജിന് നേരെ കല്ലെറിഞ്ഞു. തവാഫും സഅയും നടത്തി മുടി നീക്കം ചെയ്യുകയും ചെയ്തു. ഹജ്ജിന്റെ ദിവസങ്ങൾ കടന്നുപോയി. വല്ലാത്ത അനുഭൂതിയുടെ നാളുകളാണ്. മകൻ ഇസ്മായിൽ നബി അലൈഹിസ്സലാമും കൂടെയുണ്ടായിരുന്നു. ഹജ്ജ് കഴിഞ്ഞപ്പോൾ അല്ലാഹു തആല ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് ഇങ്ങനെ കൽപ്പിച്ചു: ജനങ്ങളെ ഹജ്ജിനു വേണ്ടി വിളിക്കൂ. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ആശങ്ക പ്രകടിപ്പിച്ചു: ഞാൻ വിളിച്ചാൽ ആര് കേൾക്കാനാണ് റബ്ബേ? അല്ലാഹു തആല പറഞ്ഞു: വിളിച്ചോളൂ ഇബ്രാഹിം, ഞാൻ കേൾപ്പിക്കും, അതെന്റെ കടമയാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം അബൂ ഖുബൈസ് മലയുടെ ഉന്നത ശിഖരത്തിൽ കയറി നിന്നു. കാതുകളിൽ വിരലമർത്തി ഇരുവശങ്ങളിലേക്കും തിരിഞ്ഞ് 3 പ്രാവശ്യം അല്ലാഹുവിന്റെ കൽപ്പന ഉച്ചത്തിൽ വിളിച്ചറിയിച്ചു: അല്ലയോ ആദമിന്റെ മക്കളെ, അല്ലാഹു തആല നിങ്ങൾക്ക് വേണ്ടി ഭൂമിയിൽ ഒരു ആരാധനാലയം പണിതിരിക്കുന്നു. അതാണ് കഅബ. നിങ്ങൾ മക്കയിൽ വന്ന് ഹജ്ജ് നിർവഹിക്കണമെന്ന് അല്ലാഹു തആല കൽപ്പിച്ചിരിക്കുന്നു. കഅബത്തിങ്കലിലേക്ക് വരുവിൻ, കാൽനടയായും വാഹനമേറിയും വന്നുകൊള്ളുവിൻ. ലോകമെങ്ങും ഈ ശബ്ദം മുഴങ്ങി. ആത്മാവുകളുടെ ലോകത്തും അത് മുഴങ്ങിക്കേട്ടു. സകല ജീവജാലങ്ങളും സാക്ഷിയായി 3 തവണ അറിയിപ്പുണ്ടായി. മറുപടി പറഞ്ഞവരും പറയാത്തവരുമുണ്ട്. മറുപടി പറഞ്ഞവർ കാലാകാലങ്ങളിൽ ഹജ്ജിനു വേണ്ടി മക്കയിലെത്തിക്കൊണ്ടിരിക്കും. വിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്: വഅദ്ദിന ഫിന്നാസി ബിൽ ഹജ്ജി യതൂക റിജാലൻ വഅലാ കുല്ലി ളാമിരിൻ യഅതീന മിൻ കുല്ലി ഫജ്ജിൻ അമീഖ്. ഹജ്ജ് കർമ്മത്തിന് വരുവാൻ ജനങ്ങളിൽ പ്രഖ്യാപനവും ചെയ്യുക. കാൽനടക്കാരായും വിദൂരമായ സകല മാർഗങ്ങളിൽ കൂടിയും വന്നുകൊണ്ടിരിക്കുന്ന ക്ഷീണിച്ച് മെലിഞ്ഞ എല്ലാ വാഹനപ്പുറത്തായും അവർ നിന്റെ അടുക്കൽ വന്നുകൊള്ളുന്നതാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ വിളിക്കുത്തരം നൽകിക്കൊണ്ട് ഓരോ വർഷവും അനേക ലക്ഷം ഹാജിമാർ മക്കയിലെത്തിക്കൊണ്ടിരിക്കുന്നു. ഹജ്ജിനു വേണ്ടി മക്കയിലെത്തി കഅബാലയം ചുറ്റുമ്പോൾ 4 കണ്ണുകൾ അവരെ തഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഹാജറ റളിയല്ലാഹു അൻഹായുടെ കണ്ണുകളാണ്, ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന്റെ കണ്ണുകളാണ്. അവർ അവിടെ തന്നെയുണ്ട്, കഅബാലയത്തിന്റെ നിഴലിൽ തന്നെയുണ്ട്. അവർ അവിടെ തന്നെയാണ് മരിച്ചു വീണത്, മറ്റെങ്ങും പോയിട്ടില്ല. ഹാജറ റളിയല്ലാഹു അൻഹ, ഇസ്മായിൽ അലൈഹിസ്സലാം എന്നിവരുടെ ഓർമ്മകൾ മാത്രമല്ല, അവരുടെ സജീവ സാന്നിധ്യവും അവിടെയുണ്ടെന്നതിൽ യാതൊരുവിധ സംശയവുമില്ല. ഇബ്രാഹിം നബി അലൈഹിസ്സലാം നടപ്പിൽ വരുത്തിയ ചര്യകൾ മിക്കതും നമ്മുടെ ശരീഅത്തിൽ പെടുന്നുണ്ട്. ചേലാകർമ്മം നിർവഹിക്കാൻ അല്ലാഹു തആല ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് കൽപ്പിച്ചു. 80-ാമത്തെ വയസ്സിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ചേലാകർമ്മം നിർവഹിച്ചു. അങ്ങനെ ആ ചര്യ നടപ്പിൽ വന്നു. 120-ാം വയസ്സിലാണെന്നും അഭിപ്രായമുണ്ട്. ഇസ്മായിൽ നബി അലൈഹിസ്സലാം 13-ാമത്തെ വയസ്സിൽ ചേലാകർമ്മം നടത്തി. ഇസ്ഹാഖ് നബി അലൈഹിസ്സലാമിനെ ചേലാകർമ്മം നടത്തിയത് പ്രസവിച്ച് 7-ാം ദിവസത്തിലാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മുടിയിൽ നിര ബാധിച്ചു. എല്ലാവർക്കും അതിശയമായി. അതിനു മുമ്പ് ആർക്കും നിര ബാധിച്ചതായി കണ്ടിട്ടില്ല. അള്ളാഹുവെ, മുമ്പെങ്ങും കണ്ടിട്ടില്ലാത്തതാണല്ലോ, ഇതെന്താണത്? മനസ്സിലാവുന്നില്ലല്ലോ. അല്ലാഹു തആല അറിയിച്ചു: നിര നിനക്ക് ഒരു ബഹുമതിയാകുന്നു. ഉടനെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഇങ്ങനെ പ്രാർത്ഥിച്ചു: എനിക്ക് ബഹുമതി ഏറ്റിത്തരണമേ. ആദ്യമായി കാൽശരയായി അഥവാ ട്രൗസർ ഉണ്ടാക്കി ധരിച്ചതും ഇബ്രാഹിം നബി അലൈഹിസ്സലാമാണ്. മുടിയിൽ ചായം പിടിപ്പിച്ചതും അദ്ദേഹം തന്നെയാണ്. ആദ്യമായി മിമ്പറിൽ കയറി പ്രസംഗിച്ചതും ഇബ്രാഹിം നബി അലൈഹിസ്സലാം തന്നെയാണെന്ന് ചരിത്ര ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു: എനിക്ക് പ്രസംഗം ഖുതുബ നടത്താൻ മിമ്പർ വേണമെന്നില്ല. എന്നാൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാം മിമ്പറിൽ നിന്ന് ഖുതുബ നടത്തിയതിനാൽ ഞാനും അങ്ങനെ ചെയ്യുകയാണ്. ആദ്യമായി യുദ്ധത്തിൽ ഖഡ്ഗം ഉപയോഗിച്ച് യുദ്ധം മുതൽ അതിൽ പങ്കെടുത്തവർക്കിടയിൽ ഭാഗിച്ച് അതിഥി സൽക്കാരം തുടങ്ങിയതും ഇബ്രാഹിം നബി അലൈഹിസ്സലാം തന്നെയാണ്. ഒരിക്കൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാം കാട്ടുപ്രദേശത്ത് വെച്ച് ഒരു ഷെയ്ഖിനെ കണ്ടുമുട്ടി. പല കാര്യങ്ങളും സംസാരിച്ചു. കൂട്ടത്തിൽ ഷെയ്ഖ് പറഞ്ഞു: 3 വർഷമായി ഞാനൊരു കാര്യം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നു, ഇന്ന് വരെ ഫലമുണ്ടായിട്ടില്ല. എന്താണ് നിങ്ങളുടെ പ്രാർത്ഥന? ഇബ്രാഹിമിനെ കാണിച്ചു തരണമേ എന്നാണ് എന്റെ പ്രാർത്ഥന. ഇബ്രാഹിം നബി അലൈഹിസ്സലാം സന്തോഷത്തോടെ അദ്ദേഹത്തെ ആലിംഗനം ചെയ്തു. എന്നിട്ട് പറഞ്ഞു: അല്ലാഹു തആല നിങ്ങളുടെ പ്രാർത്ഥന കേട്ടു, നിങ്ങളുടെ ആഗ്രഹം സഫലമായിരിക്കുന്നു. അന്നു മുതൽ ആലിംഗനം ഒരാചാരമായി. കളങ്കമില്ലാത്ത മനുഷ്യ സ്നേഹത്തിന്റെ പ്രകടനമാണ് ആലിംഗനം. ഹാജിമാരെയും മറ്റും ആലിംഗനം ചെയ്യുമ്പോൾ ഇത് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ചര്യയാണെന്ന് നാം ഓർക്കേണ്ടതുണ്ട്. ഖബറിൽ നിന്ന് മഹ്ശറയിലേക്ക് വരുമ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് വസ്ത്രം ധരിക്കപ്പെടുമത്രേ. അദ്ദേഹം തുടക്കമിട്ട സൽക്കർമ്മങ്ങൾ മിക്കതും നമുക്ക് പിൻപറ്റാനുള്ളത് തന്നെയാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് 86 വയസ്സായപ്പോഴാണ് ഇസ്മായിൽ എന്ന കുട്ടി ജനിച്ചത്. ആ കുട്ടിക്കിപ്പോൾ വയസ്സ് 14 ഇബ്രാഹിം നബിക്ക് 100 വയസ്സ് തികഞ്ഞു. സാറാ ബീവിക്ക് 90 വയസ്സ്. വൃദ്ധ ദമ്പതികൾ.
അതല്ല, ഇബ്രാഹിം നബിക്ക് 120 വയസ്സാണെന്നും സാറാ ബീവിക്ക് 99 എന്നാണെന്നും അഭിപ്രായമുണ്ട്. ഒരു ദിവസം ഏതാനും അതിഥികൾ വീട്ടിൽ വന്നു കയറി. അവർ സലാം ചൊല്ലി. ഇബ്രാഹിം നബി അലൈഹിസ്സലാം സലാം മടക്കി. അവർ ഓരോ കാര്യങ്ങൾ സംസാരിച്ചു തുടങ്ങി. ഇബ്രാഹിം നബി അലൈഹിസ്സലാം സൽക്കാരപ്രിയനാണല്ലോ. അതിഥികളെ സൽക്കരിക്കണം. എന്ത് നൽകിയാണ് സൽക്കരിക്കുക? ഇളം പ്രായത്തിലുള്ള മൂരിക്കുട്ടന്റെ ഇറച്ചി ചുട്ടെടുത്താൽ തിന്നാൻ നല്ല രുചിയായിരിക്കും. പശുക്കുട്ടിയുടെ ഇറച്ചിയും നല്ല രുചികരമായ ഭക്ഷണമാണ്. കൊഴുത്തുതടിച്ച മൂരിക്കുട്ടനെ അറുക്കണം, നന്നായി ചുട്ടെടുക്കണം. സംഭാഷണം നടക്കുന്നതിനിടയിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പതുങ്ങി പതുങ്ങി പുറത്തിറങ്ങി അടുക്കളയിൽ ചെന്നു. സാറാ ബീവി റളിയല്ലാഹു അൻഹായെ കണ്ടു. പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു, ഞാൻ മൂരിക്കുട്ടനെ അറക്കാം, നീ ഭക്ഷണം ഉണ്ടാക്കണം. അങ്ങനെ മൂരിക്കുട്ടനെ അറുത്ത് തൊലിയുരിച്ച് ചുട്ടെടുത്തു. വലിയൊരു പ്ലേറ്റിൽ വെച്ചു അതിഥികളുടെ മുമ്പിൽ വെച്ചു. വളരെ ഭവ്യതയോടെ ഭക്ഷണത്തിന് ക്ഷണിച്ചു. ഭക്ഷിക്കുകയല്ലേ. അവരുടെ കൈകൾ ഭക്ഷണത്തിലേക്ക് നീണ്ടുവരുന്നില്ല. സംശയമായി, മനസ്സിൽ ഭയം. അതിഥികൾ എന്താണ് കഴിക്കാത്തത്? അപ്പോൾ അവർ പറഞ്ഞത് ഇപ്രകാരമാണ്: ഞങ്ങൾ അള്ളാഹുവിന്റെ ദൂതന്മാരായ മലക്കുകളാണ്. സാറാ റളിയല്ലാഹു അൻഹ വാതിൽക്കൽ നിൽക്കുകയായിരുന്നു. അതിഥികൾ ഭക്ഷണം കഴിക്കുന്നത് കാണാൻ വന്നതാണ്. മലക്കുകളാണെന്ന് കേട്ട് അവർ ആശ്ചര്യപ്പെട്ടു. ഞങ്ങൾ വന്നത് എന്തിനാണെന്നറിയുമോ? ഭാര്യയും ഭർത്താവും വർദ്ധിച്ച ആകാംക്ഷയോടെ അവരെ നോക്കി. നിങ്ങൾക്കൊരു സന്തോഷ വാർത്തയായിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. അത് കേട്ടപ്പോൾ ആകാംക്ഷ വർദ്ധിച്ചു. നിങ്ങൾക്ക് ജ്ഞാനിയായ ഒരു മകൻ ജനിക്കും. സാറാ റളിയല്ലാഹു അൻഹ ഞെട്ടിപ്പോയി. അവരിൽ നിന്ന് ഉച്ചത്തിൽ ഒരു ശബ്ദം പുറത്തു വന്നു. സ്വയം മുഖത്തടിച്ചു. എന്നിട്ട് അവർ പറഞ്ഞു, ഞാൻ വന്ധിയായ കിഴവിയാണ്. ഞാൻ പ്രസവിക്കുകയോ? എന്റെ ഭർത്താവ് വൃദ്ധനുമാണ്. അപ്പോൾ മലക്കുകൾ പറഞ്ഞു, അങ്ങനെയാണ് അള്ളാഹുവിന്റെ വിധി. ഈ സംഭവം സൂറത്തു ദാരിയാത്തിലെ 24-ാം ആയത്ത് മുതൽ 30-ാം ആയത്ത് വരെ നമുക്ക് കാണാം. അതുപോലെ തന്നെ സൂറത്തുൽ ഹിജ്ർ 51 മുതൽ 56 വരെയുള്ള വചനങ്ങളിലും കാണാം. മലക്കുകൾ നൽകിയ സന്തോഷ വാർത്ത ഭാര്യയെയും ഭർത്താവിനെയും വല്ലാതെ അത്ഭുതപ്പെടുത്തി. അത്ഭുതം വാക്കുകളായി പുറത്തു വന്നു. അള്ളാഹുവിന്റെ അനുഗ്രഹത്തെ അവർ വാഴ്ത്തി പറഞ്ഞു. മനസ്സ് നന്ദി കൊണ്ട് നിറഞ്ഞു. വിരുന്നു വന്ന മലക്കുകൾ 3 പേരായിരുന്നു. 1 ജിബ്രീൽ അലൈഹിസ്സലാം, 2 മീകായിൽ അലൈഹിസ്സലാം, 3 ഇസ്രാഫീൽ അലൈഹിസ്സലാം. അതിഥി സൽക്കാരത്തിന്റെ മാതൃകയാണ് നാം ഇവിടെ കണ്ടത്. നല്ല ആഹാരം നൽകണം. ഭക്ഷണം കഴിക്കാൻ വിനയത്തോടെ അതിഥികളെ ക്ഷണിക്കണം. മകൻ ജനിക്കുമെന്നും ഇസ്ഹാഖ് എന്ന് നാമകരണം ചെയ്യുമെന്നും മനസ്സിലായി. ഇസ്ഹാഖിന്റെ മകനായി യാക്കൂബ് ജനിക്കും. ഇരുവരും പ്രവാചകന്മാരായി തീരും. സമ്പന്നമായൊരു പരമ്പരയാണ് തുടർന്ന് വരാനുള്ളത്. അതിൽ ധാരാളം നബിമാർ വരും, രാജാക്കന്മാർ വരും. എത്ര അനുഗ്രഹമായ പരമ്പര! ലൂത്ത് നബി അലൈഹിസ്സലാം പുത്രിമാരോടൊപ്പം ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ വീട്ടിലേക്ക് വിരുന്നു വന്നു. അതൊരു വല്ലാത്ത സമാഗമമായിരുന്നു. അള്ളാഹുവിന്റെ പുണ്യപ്രവാചകന്മാർ ജനങ്ങളെ അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് ക്ഷണിക്കാൻ നിയോഗിക്കപ്പെട്ടവരാണല്ലോ. അവർ അള്ളാഹുവിന്റെ മാർഗത്തിൽ കഠിനാധ്വാനം ചെയ്തു. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ശരീഅത്ത് തന്നെയാണ് ലൂത്ത് നബി അലൈഹിസ്സലാമിനും ഉണ്ടായിരുന്നത്. ഭാര്യ പോലും വിശ്വസിച്ചില്ല. ഒരൊറ്റ മുസ്ലിം വീടല്ലാതെ മറ്റൊന്നും ആ നാട്ടിലുണ്ടായിരുന്നില്ല. ആ നാടിനെ അല്ലാഹു തആല അടിമേൽ മറിച്ചു കളഞ്ഞു. സർവശക്തനായ അള്ളാഹുവിനെ ഈ ജനതയ്ക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. തങ്ങളുടെ കായിക ശേഷിയും മറ്റു കഴിവുകളും അള്ളാഹു നൽകിയതാണെന്ന് അവർ സമ്മതിക്കാൻ തയ്യാറായില്ല. ലൂത്ത് നബി അലൈഹിസ്സലാം അക്കാര്യം അവരെ ഓർമ്മപ്പെടുത്തിയപ്പോഴെല്ലാം അവർ പരിഹസിച്ചു. അള്ളാഹുവിന്റെ ശിക്ഷ വന്നപ്പോൾ അത് തടയാൻ ഒരു ശക്തിയും ഉണ്ടായില്ല. ഈ സംഭവത്തിന് ശേഷം ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ കൂടെ വന്ന് താമസിക്കുകയായി ലൂത്ത് നബി അലൈഹിസ്സലാം. ഇസ്ലാമിക പ്രബോധനത്തിൽ മുഴുകുകയും ചെയ്തു. ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ ഒരു പുത്രിയെ ഇസ്ഹാഖ് നബി അലൈഹിസ്സലാം വിവാഹം ചെയ്തു. ഇസ്ഹാഖ് നബി അലൈഹിസ്സലാമിന് യാക്കൂബ് നബി അലൈഹിസ്സലാം എന്ന മകൻ ജനിച്ചു. വിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നുണ്ട്, വലൂതൻ ആതൈനാഹു ഹുക്മൻ വഇൽമൻ വനജ്ജൈനാഹു മിനൽ ഖറിയത്തില്ലതി കാനത് തഅമലുൽ ഖബായിസ് ഇന്നഹും കാനൂ ഖൗമ സൗഇൻ ഫാസിഖീൻ വഅദ്ഖൽനാഹു ഫീ റഹ്മതിനാ ഇന്നഹു മിനസ് സ്വാലിഹീൻ. ലൂത്ത് നബി അലൈഹിസ്സലാമിന് അല്ലാഹു തആല നൽകിയ പ്രത്യേകമായ അനുഗ്രഹത്തെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞത്. അനുഗ്രഹീതനായ പുണ്യപ്രവാചകൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാം സുദീർഘമായ ഒരു കാലഘട്ടം ജനങ്ങളെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കാൻ ചെലവഴിച്ചു. കടുത്ത പരീക്ഷണങ്ങൾ നേരിട്ടു. തന്റെ പ്രഥമ സന്താനമായ ഇസ്മായിലിനെ പ്രസവിച്ച ഹാജറ റളിയല്ലാഹു അൻഹ മരണപ്പെട്ടപ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ദുഃഖിച്ചു. സാറാ ബീവി റളിയല്ലാഹു അൻഹ കൂടെയുണ്ടല്ലോ എന്ന് ആശ്വസിച്ചു. കാലം പിന്നെയും നീങ്ങി. സാറാ റളിയല്ലാഹു അൻഹാക്ക് 127 വയസ്സായി. വാർദ്ധക്യവും രോഗവും പിടിപെട്ടു. കൻആൻ പ്രദേശത്തുള്ള ഒരു ഗ്രാമമാണ് ഹിബ്രൂൺ. അവിടെ വെച്ച് സാറാ റളിയല്ലാഹു അൻഹ മരണപ്പെട്ടു. കബറടക്കാനുള്ള സ്ഥലം വിലക്ക് വാങ്ങി. അഫ്റൂൻ എന്ന ആൾക്ക് 400 നാണയങ്ങൾ വില നൽകിയാണ് സ്ഥലം വാങ്ങിയത്. സാറാ റളിയല്ലാഹു അൻഹായുടെ ഭൗതിക ശരീരം അവിടെ കബറടക്കപ്പെട്ടു.
ഇബ്രാഹിം നബി അലൈഹിസ്സലാം അതീവ ദുഃഖിതനായി തീരുന്നു. ജീവിതയാത്രയിൽ അവർ നല്ലൊരു സഹായിയായിരുന്നു. ഇനി അവരുടെ കൂട്ടില്ല. താൻ മരണപ്പെട്ടപ്പോൾ സാറാ ബീവിയുടെ സമീപം കബറടക്കപ്പെടണമെന്ന് അദ്ദേഹം ആശിച്ചുപോയി. പ്രായം കൂടിക്കൂടി വരികയാണ്. ഒരു ഭാര്യയുടെ സഹായം വേണം. ഒരു വിവാഹം അനിവാര്യമാണ്. കൻആനിലെ പ്രമുഖനായ യഖ്തൻ തന്റെ പുത്രി കന്തൂറയെ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് വിവാഹം ചെയ്തു കൊടുത്തു. ഇവർക്ക് 6 കുട്ടികൾ ജനിച്ചു. മദിയൻ, സംറാൻ, സർജ്, യഖ്ഷാൻ, നഷ്ഖ്, മദാൻ. പിന്നീട് ഹജൂൺ എന്ന സ്ത്രീയെ വിവാഹം ചെയ്തു. അതിൽ പിറന്ന കുട്ടികൾ കൈസാൻ, സൂറജ്, അമീം, ലൂത്വാൻ, നാഫിസ്. ഈ വിവരങ്ങളെല്ലാം നമുക്ക് ലഭിച്ചത് അൽ ബിദായത്തു വൻ നിഹായ എന്ന ഗ്രന്ഥത്തിൽ നിന്നാണ്. അല്ലാഹു തആല സത്യം മനസ്സിലാക്കാൻ നമുക്ക് ഏവർക്കും തൗഫീക്ക് നൽകട്ടെ. ജീവിതത്തിന്റെ നടപ്പാതയിലൂടെ വളരെ ദൂരം സഞ്ചരിച്ചിരിക്കുന്നു ഇബ്രാഹിം നബി അലൈഹിസ്സലാം. താൻ കടന്നു പോകുന്ന ജീവിത പാതയിലേക്ക് തിരിഞ്ഞു നോക്കി. എന്തെല്ലാം പരീക്ഷണങ്ങൾ! വയസ്സ് 175 കടന്നു പോയിരിക്കുന്നു. വാർദ്ധക്യം നൽകിയ ക്ഷീണമുണ്ട്. ഏതെല്ലാം നാടുകളിൽ സഞ്ചരിച്ചു, ഏതെല്ലാം ജനസമൂഹങ്ങളെ അഭിമുഖീകരിച്ചു. തൗഹീദിലേക്കുള്ള ക്ഷണമായിരുന്നു ഓരോ സംഭാഷണവും. സ്വാലിഹായ സന്താനങ്ങൾക്ക് വേണ്ടി ദുആയിരുന്നു. വാർദ്ധക്യകാലത്ത് നല്ല സന്താനങ്ങളെ തന്നെ അല്ലാഹു തആല തന്നു. മൂത്ത മകൻ ഇസ്മായിലിനെ അല്ലാഹു നബിയായി നിയോഗിച്ചു. രണ്ടാമത്തെ മകൻ ഇസ്ഹാഖിനെയും നബിയാക്കി. ഇസ്ഹാഖിന്റെ മകൻ യാക്കൂബിനെയും നബിയാക്കി. എല്ലാം കണ്ട് സന്തോഷമായി. അല്ലാഹുവേ, നിനക്കാണ് സർവസ്തുതിയും, അൽഹംദുലില്ലാ. ഇബ്രാഹിം നബി അലൈഹിസ്സലാം അല്ലാഹുവിനെ വാഴ്ത്തി പറഞ്ഞു. ആ മകൻ താമസിച്ച നാടിന് ആ പേര് വന്നു. അവിടെ വളർന്നു വന്ന പട്ടണത്തിന് കിട്ടി ആ പേര് മദിയൻ പട്ടണം. സന്താന പരമ്പര ഒരു ഗോത്രമായി, മദിയൻ ഗോത്രം. ആ ഗോത്രത്തിൽ ശുഐബ് നബി അലൈഹിസ്സലാം വന്നു. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ അല്ലാഹു തആല മനുഷ്യവർഗത്തിന്റെ ഇമാമാക്കി. സന്താന പരമ്പരയെ ധന്യമാക്കി. ആത്മസംതൃപ്തിയുടെ നാളുകൾ. കുറച്ചു ദിവസം രോഗിയായി. അപ്പോഴും ദൗത്യം തുടർന്നുകൊണ്ടിരുന്നു. മക്കളും പേരക്കിടാങ്ങളും അനുയായികളും ചുറ്റുമുണ്ട്. അവരെ സാക്ഷിയായി കൊണ്ട് ആത്മാവ് വേർപിരിഞ്ഞു. ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം വഫാത്തായി. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. പ്രിയപത്നി സാറ റളിയല്ലാഹു അൻഹായുടെ സമീപം ഖബറടക്കപ്പെട്ടു. പിൽക്കാലത്ത് ഇസ്ഹാഖ് നബി അലൈഹിസ്സലാം മരണപ്പെട്ടപ്പോൾ ഉപ്പാക്കു സമീപം ഖബറടക്കപ്പെട്ടു. യാക്കൂബ് നബി അലൈഹിസ്സലാം മരണപ്പെട്ടപ്പോൾ അവിടെ തന്നെയാണ് ഖബറടക്കിയത്. മനുഷ്യവർഗത്തിന്റെ മഹാന്മാരായ നേതാക്കൾ ഒന്നിച്ച് അന്ത്യവിശ്രമം കൊള്ളുകയാണ്. അബൂ ഹാത്തം ഇബ്നു ഹിബ്ബാൻ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, 120-ാം വയസ്സിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ചേലാകർമ്മം നിർവഹിച്ചു. അതിനുശേഷം 80 വർഷം കൂടി ജീവിച്ചു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുകയുണ്ടായി, ഇബ്രാഹിം നബി അലൈഹിസ്സലാം ചേലാകർമ്മം നിർവഹിച്ചത് 120-ാം വയസ്സിലായിരുന്നു. പിന്നീട് 80 വർഷം കൂടി ജീവിച്ചു. അൽ ഖുദൂം എന്ന ഗ്രാമത്തിൽ വെച്ചായിരുന്നു ചേലാകർമ്മം നിർവഹിക്കപ്പെട്ടത്. ഈ റിപ്പോർട്ടുകൾക്കനുസരിച്ച് ഇബ്രാഹിം നബി അലൈഹിസ്സലാം ജീവിച്ചത് 200 വർഷമാണ് എന്ന് അഭിപ്രായപ്പെട്ടവരുണ്ട്. സംഭവ ബഹുലമായ 200 വർഷങ്ങൾ. അതിന്റെ ധന്യമായ ഓർമ്മയിൽ ഈ ചരിത്രം അവസാനിപ്പിക്കുകയാണ്. അല്ലാഹു തആല നാം പറഞ്ഞതും കേട്ടതും ഒരു സ്വാലിഹായ അമലായി സ്വീകരിക്കട്ടെ. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ഹക്ക് ജാ ബർക്കത്ത് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഇരുലോക വിജയം പ്രദാനം ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഈ ചരിത്രം നിങ്ങളുടെ കൈകളിലെത്താൻ കാരണക്കാരായ എല്ലാവരെയും നിങ്ങളുടെ വിലപ്പെട്ട ദുആകളിൽ ഉൾപ്പെടുത്തണമെന്ന് വസിയത്ത് ചെയ്യുകയാണ്. ബാഗ്ദാദിൽ നിന്ന് ഏകദേശം 400 കിലോമീറ്റർ തെക്കാണ് അന്നസീരിയ പട്ടണം. അവിടെ നിന്ന് 15 കിലോമീറ്റർ അകലെയാണ് ഇബ്രാഹിം നബിയുടെ നാടായ ഹൂർ സ്ഥിതി ചെയ്യുന്നത്. അന്നസീരിയ പട്ടണം യൂഫ്രട്ടീസ് നദിയുടെ തീരത്താണ്. ഏകദേശം 4000 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ച മഹാനായ പ്രവാചകനാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം. അദ്ദേഹത്തിന്റെ പേര് 69 സ്ഥലങ്ങളിൽ ഖുർആനിൽ പറയുന്നുണ്ട്. അല്ലാഹു തആല ആ മഹാനോടൊപ്പം സുവലോക സ്വർഗത്തിൽ നാം ഏവരെയും ഉൾപ്പെടുത്തട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ ചെറിയ ഈ ചരിത്രത്തിന് വിരാമമിടുകയാണ്. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.